ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ കുരുമുളക് കറിയാണ് അമ്മ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അമ്മ എടുത്തിരിക്കുന്നത് തേങ്ങ, കുരുമുളക്, പിന്നെ സവാളയാണ് നമ്മൾ യൂസ് ചെയ്തത്. ശരിക്കും ചെറിയുള്ളിയാണ് വേണ്ട കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കണം വെളിച്ചെണ്ണയിൽ. പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി കുരുമുളക് ഇട്ടതിന് ശേഷം അതിലേക്ക് ലേശം മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി യൂസ് ചെയ്ത് അത് ബ്രൗൺ ആയതിനു ശേഷം അത് തണുത്തതിന് ശേഷമാണ് നമ്മൾ മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കടുക് പൊട്ടിക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണ, കടുക്, നമ്മുടെ ഉള്ളി, കറിവേപ്പില, പച്ചമുളക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പച്ചമുളക് എല്ലാം ഇട്ടതിന് ശേഷം ഈ പുളിവെള്ളം കൂടെ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഈ കൂട്ട് അരപ്പൊക്കെ ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മുടെ കായും കൂടെ യൂസ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള കായും കൂടെ യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. 2-3 ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അച്ചാർ പോലെയൊക്കെ കൂട്ടാം. നല്ലതാണ്. ശരിക്കും ഇത് പ്രസവിച്ച് കഴിഞ്ഞവർക്കൊക്കെ കൊടുക്കുന്ന ഒരു കറി കൂടിയാണ് കേട്ടോ. എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കറിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലത്തെ റെസിപ്പി ആയിട്ട് ഞാനും വരാം. അപ്പോൾ അതുവരെ സൈനിങ് ഓഫ് ഷിൽജ വിശ്വനാഥൻ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ സ്നേഹം മാത്രം, സ്പെഷ്യൽ താങ്ക്സും സ്നേഹവും അറിയിക്കുന്നു. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.